ഡെയിലി മീഡിയയിലേക്ക് സ്വാഗതം. ഇലക്ട്രിക് സ്കൂട്ടർ വിപണിയിൽ കൊടുങ്കാറ്റാവാൻ തയ്യാറെടുക്കുകയാണ് ഹോണ്ട. ഒലയും ഏതറും ഹീറോയും ബജാജും ടി വി എസുമെല്ലാം അരങ്ങുവാഴുന്നിടത്തെ രാജാവാകാൻ ജാപ്പനീസ് ഇരുചക്ര വാഹന നിർമ്മാതാക്കൾ ഒരുങ്ങിയിറങ്ങുമ്പോൾ എതിരാളികളെല്ലാം ഒന്ന് വിറയ്ക്കുമെന്ന് ഉറപ്പാണ്. അതും രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന സ്കൂട്ടറായ ആക്ടിവയുടെ ഇലക്ട്രിക് പതിപ്പാണെങ്കിൽ സംഗതി കളറാവും. പേരിൽ സാമ്യമുണ്ടെങ്കിലും ഡിസൈനിലും ഫീച്ചറുകളിലും ഒന്നും EVയും പെട്രോൾ പതിപ്പും തമ്മിൽ യാതൊരു സാമ്യവും ഉണ്ടാവില്ലെന്നാണ് വിവരം. എന്തായാലും ഹോണ്ടയുടെ ഇന്ത്യയിലെ ആദ്യ ഇലക്ട്രിക് സ്കൂട്ടർ വിപണിയിൽ എത്തിക്കഴിഞ്ഞു. നിലവിൽ കുറച്ച് ടീസർ വീഡിയോകളിലൂടെയും മറ്റു പരസ്യങ്ങളിലൂടെയും EVയുടെ റേഞ്ച്, ഫീച്ചറുകൾ തുടങ്ങിയ മറ്റു കാര്യങ്ങളെല്ലാം തന്നെ കമ്പനി പുറത്തുവിട്ടിട്ടുണ്ട്. ഏറ്റവും പുതിയ ടീസർ സ്കൂട്ടറിൻ്റെ ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇത് കൺവീനിയൻസും കണക്ടിവിറ്റിയും പോലുള്ള വിവിധ സവിശേഷതകളാണ് എടുത്തു കാണിക്കുന്നത്. ഒന്നിലധികം ഡിസ്പ്ലേ ഓപ്ഷനുകളോടെ വ്യത്യസ്ത വേരിയൻറ്റുകളിലാണ് ഇലക്ട്രിക് ആക്റ്റീവ ഇറങ്ങിയിട്ടുള്ളത്. ടോപ്പ് വേരിയൻറ്റിൽ നിരവധി ഫീച്ചറുകളുള്ള മോഡേൺ ക്ലസ്റ്റർ ഇടം പിടിപ്പിക്കുമ്പോൾ ബേസ് മോഡലുകളിൽ അത്ര ഗംഭീര ക്ലസ്റ്റർ ഒന്നും പ്രതീക്ഷിക്കേണ്ടെന്നും ഹോണ്ട സൂചന നൽകിയിട്ടുണ്ട്. ഇനി ആക്റ്റീവ EVയിൽ എന്തെല്ലാം സവിശേഷതകൾ ചേർത്തിട്ടുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. യാത്രകൾ കൂടുതൽ ആസ്വാദ്യകരമാക്കാൻ മ്യൂസിക് കൺട്രോൾ, കൃത്യസമയത്ത് സർവീസ് ചെയ്യാൻ സർവീസ് അലേർട്ടുകൾ, സ്പോർട്ട്, സ്റ്റാൻഡേർഡ് എന്നിങ്ങനെ 2 റൈഡിംഗ് മോഡുകൾ, എത്ര ദൂരം വാഹനം ഓടുമെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് റേഞ്ച് ഇൻഡിക്കേറ്റർ, ബാറ്ററിയുടെ ശതമാനവും വൈദ്യുതി ഉപയോഗവും സംബന്ധിച്ച തത്സമയ അപ്ഡേറ്റുകൾക്കായി ബാറ്ററി ചാർജ്, പവർ ഇൻഡിക്കേറ്ററുകൾ, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി തുടങ്ങിയ ഫീച്ചറുകളെല്ലാം തന്നെ ഈ മോഡലിലുണ്ട്. ബേസ് മോഡലിലെ ഫീച്ചറുകളിലേക്ക് വന്നാൽ സ്പീഡോമീറ്റർ, ബാറ്ററി ശതമാനം, ഓഡോമീറ്റർ, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാം പ്രദർശിപ്പിക്കുന്ന ക്ലസ്റ്ററാവും ഇതിലുണ്ടാവുക. എൻട്രി ലെവൽ വേരിയൻറ്റിൽ പോലും ആധുനികവും വിജ്ഞാനപ്രദവുമായ ഡാഷ്ബോർഡാണുള്ളത്. റൈഡർമാർക്ക് കൃത്യമായ ഡാറ്റയും കൂടുതൽ ആഴത്തിലുള്ള കണക്ടിവിറ്റി ഫീച്ചറുകളും നൽകി റൈഡിംഗ് അനുഭവം ഉയർത്തുന്നതിനാണ് ഹോണ്ട ഇലക്ട്രിക് ആക്റ്റീവയുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഹോണ്ടയുടെ ബാറ്ററി ഷെയറിംഗ് സർവീസ് ഉപസ്ഥാപനമായ ഹോണ്ട പവർ പാക്ക് എനർജി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി സ്ഥിതി ചെയ്യുന്നത് ബാംഗ്ലൂരിലാണ്. ആയതിനാൽ ഈ ഒരു EV മോഡലിൻ്റെ നിർമ്മാണം കർണാടകയിലാക്കുന്നതാവും കമ്പനിക്ക് എളുപ്പം. മാത്രമല്ല ആക്റ്റീവ ഇലക്ട്രിക്കിന് സ്വാപ്പബിൾ ബാറ്ററി ഫീച്ചർ ചെയ്യുന്നതിൻ്റെ സാധ്യതയും ഇത് ശക്തിപ്പെടുത്തുന്നുണ്ട്. ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ആക്റ്റീവയുടെ വൈദ്യുത പതിപ്പ് ഇന്ത്യയിലെ ഇലക്ട്രിക് സ്കൂട്ടർ വിപണിയെ തന്നെ മാറ്റിമറിക്കുമെന്ന് ഉറപ്പാണ്. സെഗ്മെൻറ്റിലെ മിക്ക പ്രീമിയം ഇലക്ട്രിക് സ്കൂട്ടറുകളും മിഡ് ഡ്രൈവ്, പെർമനൻറ്റ് മാഗ്നറ്റിക്, സിങ്ക്രോണസ് മോട്ടോർ ഉപയോഗിക്കുമ്പോൾ ഒരു സ്വിംഗർ മൗണ്ട് യൂണിറ്റ് ആയിട്ടാണ് ഹോണ്ട EVയുടെ ഇലക്ട്രിക് മോട്ടോർ പണി കഴിപ്പിച്ചിരിക്കുന്നത്. സിംഗിൾ ചാർജിൽ 104 കിലോമീറ്റർ വരെ റേഞ്ചാണ് കമ്പനി അവകാശപ്പെടുന്നത്. എന്തായാലും ആക്റ്റീവയുടെ ഈ ഒരു ഇലക്ട്രിക് മോഡൽ നമുക്കിനി നിരത്തുകളിൽ കണ്ട് പരിചയപ്പെടാം. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.